നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷക മുമ്പിലെത്തിയാണ്. വീഡിയോ താരസംഘടന അമ്മയുടെ ഇലക്ഷൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത അൻസിബ ഹസന് എതിരില്ലാതെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. വലിയ ആരോപണമൊക്കെ ആയിട്ട് അൻസിബയ്ക്കെതിരെ അനൂപ് ചന്ദ്രൻ വന്നിരുന്നു. എന്നാൽ അൻസിബയ്ക്ക് എതിരാളിയില്ല. നിരവധി ആളുകൾ അവിടെ പത്രം കൊടുത്തു, എല്ലാവരും പിൻവലിച്ചു. അൻസിബ ഹസൻ എതിരില്ലാതെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇനി അതിൻ്റെ ചിത്രം ഞാൻ മൊത്തത്തിൽ പറയാം. എതിരില്ലാതെ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ഒരു പെൺകുട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അൻസിബ ഹസൻ അത്രമാത്രം ആട് വർക്ക് ചെയ്ത ഒരു പെൺകുട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ അവിടെയുള്ള ആർക്കും ഒരു പരാതിയില്ലാത്തതിൻ്റെ തെളിവാണ് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇലക്ഷൻ ഉണ്ട്. ഇപ്പോൾ ചിത്രം തെളിയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബാബുരാജ് രാജിവെച്ച കാര്യം പറഞ്ഞിരുന്നു. നവ്യ നായർ രാജിവെക്കുമെന്നൊരു സൂചന വെച്ച് നവ്യ നായരും രാജിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ സുരേഷ് കൃഷ്ണ രാജിവെച്ച കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ രാജിവെച്ചിട്ടുണ്ട്. ആ കാര്യവും അറിയിക്കുകയാണ്. മറ്റേ ഈ സമയത്തേക്ക് അത് സംവരണ സീറ്റിലേക്ക് മത്സരിച്ച ശ്രുതി ലക്ഷ്മി രാജിവെച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ശ്രുതി ലക്ഷ്മി രാജിവെച്ചു. ഇപ്പോൾ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. അൻസിബ ഹസന് എതിരില്ല. അനൂപ് ചന്ദ്രൻ എന്തൊക്കെ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ കേസും കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കാൻ വേണ്ടി സൈബർ സെൽ ഒരുങ്ങുന്നു എന്ന വിവരം കിട്ടുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, എല്ലാവർക്കും പരാതി നൽകി. അത്തരമൊരു കേസുമായിട്ട് അൻസിബ ഹസൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ചിത്രം തെളിയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു. അത് നേർക്കുനേരെയാണ്. ശ്വേതാ മേനോനും ദേവനുമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ലക്ഷ്മി പ്രിയയും നാസർ ലത്തീഫും ജയൻ ചേർത്തലയും 3 പേരാണ്. 2 വൈസ് പ്രസിഡന്റുമാരാണ് വേണ്ടത്. അവിടെ 2 പേരാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരിട്ട് മത്സരം നടക്കുന്നത് ബാബുരാജ് പിന്മാറിയതോടുകൂടി കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കായിരുന്നു. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ ഇപ്പോൾ അൻസിബ ഹസൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിരവധി ആളുകൾ കൊടുത്തിരുന്നു. 13 പേരായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പില്ലാതെ വിജയിച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് സംവരണ സീറ്റിലേക്ക് നീന കുറുപ്പും സജിത ബേട്ടിയും സരയു മോഹനും ലക്ഷ്മി പ്രിയയും ആശ അരവിന്ദും ശ്രുതി ലക്ഷ്മിയും അൻസിബ ഹസനും അഞ്ജലി നായരുമാണ് മത്സരത്തിനുണ്ടായിരുന്നത്. അവരെല്ലാവരും പിൻവലിച്ചു വന്നിട്ട് ഇപ്പോഴുള്ള മത്സരത്തിൽ വരുന്നത് നീന കുറുപ്പും 4 പേരാണ് വേണ്ടത്. 5 പേര് മത്സരത്തിലുണ്ട്. നീന കുറുപ്പുണ്ട്, സജിത ബേട്ടിയുണ്ട്, സരയു മോഹനുണ്ട്, ആശ അരവിന്ദുണ്ട്, അഞ്ജലി നായരുണ്ട്. അങ്ങനെ 5 പേര് മത്സരത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു മത്സരം നടക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ജനറൽ വിഭാഗത്തിലേക്ക് നിലവിൽ 7 പേര് വേണ്ട സ്ഥലത്തേക്ക് 8 പേരുണ്ട്. അവിടെയും മത്സരം വരുന്നു. അവിടെ ഉള്ളത് ഇപ്പോൾ കൈലാഷുണ്ട്, സിജോയുണ്ട്, ഡോക്ടർ റോണിയുണ്ട്, ടിനി ടോമുണ്ട്, സന്തോഷ് കീഴാറ്റൂറുണ്ട്, നന്ദു പൊതുവാളുണ്ട്, ജോയി മാത്യുണ്ട്, വിനു മോഹനുണ്ട്. ഇതാണ് ഇപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവരും പിൻവലിച്ചുകൊണ്ടാണ് ഇത്രയും ആളുകൾ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ മത്സരത്തിലൂടേക്ക് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അൻസിബയ്ക്കെതിരെ എന്തൊക്കെ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. അൻസിബയ്ക്കെതിരെ വളരെ മോശമായ നിലയിലാണ് ഒരു മത്സരാർത്ഥി പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ കേസും നൽകിയിട്ടുണ്ട്. ആ കേസ് അന്വേഷണത്തിലേക്ക് പോകുന്നു. ഇനി ആ കേസ് എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും താരസംഘടന അമ്മയിലേക്ക് വാശിയേറെ മത്സരം നടക്കുന്നു. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരവും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള മത്സരവുമാണ് നടക്കുന്നത്. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം മത്സരമില്ല. അൻസിബ ജയിച്ചതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉടനുണ്ടാകും. എതിരില്ല എന്ന് പറയും. പ്രഖ്യാപനം ഈ പറയുന്ന പോലെ ഓഗസ്റ്റ് 15-ാണ്. പക്ഷേ എതിരില്ല എന്ന് കൃത്യമായി പറയേണ്ടതായി വരും. എന്തായാലും കാത്തിരുന്ന് കാണാം. ആരോപണങ്ങൾ പലതും ഉന്നയിച്ചു. പല ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ എല്ലാം മനസ്സിലാക്കുക. ആരോപണം ഉന്നയിക്കാൻ ആർക്കും കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പല വാർത്തകളും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.